പട്ടാമ്പി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിനെയും ബന്ധിപ്പിക്കുന്ന കൊണ്ടയൂർ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ചേലക്കര MLA-മാരുടെ സംയുക്ത യോഗം ചേർന്നു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 2017-2018 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് കൊണ്ടയൂർ പാലത്തിന് ഫണ്ട് വകയിരുത്തിയത്. 50 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. പാലത്തിന് മാത്രം 16.95 കോടി രൂപയുടെ കിഫ്ബി അംഗീകാരം ലഭിച്ചു. സ്ഥലം ഏറ്റെടുപ്പിന് 1,32 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണം, സർവേ എന്നിവയ്ക്കും തുക അനുവദിച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്നും 150 സെൻറ്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് 60 സെൻറ്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഹമ്മദ് മൂസൻ MLA, ചേലക്കര MLA, UR പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പാലം നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് സൗജന്യമായി സ്ഥലം വിട്ടുനൽകാൻ ആളുകൾ സന്നദ്ധരാവണമെന്ന് MLA അഭ്യർത്ഥിച്ചു. ഇതിനു പുറമെ നിലവിലുള്ള റെയിൽവേ അടിപ്പാതയ്ക്ക് അടുത്ത് തന്നെ മറ്റൊരു അടിപ്പാതയും നിർമ്മിക്കും. ഇതിനായി 15 കോടി രൂപ റെയിൽവേക്ക് അനുവദിക്കും. 337 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പാലം നിർമ്മിക്കാനാണ് പദ്ധതി. കാരക്കാട് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പാലം യാഥാർത്ഥ്യമായാൽ കൂടുതൽ യാത്രാ സൗകര്യമുണ്ടാവുകയും കാരക്കാട് പ്രദേശത്ത് കൂടുതൽ വികസനവും വരുമെന്നാണ് പ്രതീക്ഷ. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി തൃശൂർ ജില്ലയിലെ പ്രൊജക്റ്റായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാദൂരം കുറയും. നിർദ്ദിഷ്ട കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശ പാത യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മുതൽ ചെങ്ങണാകുന്ന് വരെയുള്ള പാതയുടെ വീതി കൂടുന്നതും ഇരു ജില്ലകളിലേക്കുമുള്ള ഗതാഗത സൗകര്യം കൂട്ടും. ചേലക്കര പട്ടാമ്പി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തും ദേശമംഗലം പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം അത് ബഡ്ജറ്റിൽ വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ KRFBയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ ഫൈനലൈസ് ചെയ്തു. ലാൻഡ് അക്വസിഷന് വേണ്ടിയിട്ടുള്ള ആരുടെയൊക്കെ ലാൻഡ് ആണ് പോകുന്നത്, ബൗണ്ടറി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ലാൻഡ് അക്വസിഷൻ നടപടിയുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ 2 MLA-മാരും അതിന്റെ വർക്കിന്റെ റിവ്യൂ ആണ് ഇന്ന് വിളിച്ചത്. ഈ റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ലാൻഡ് അക്വസിഷൻ ആണ് ഇപ്പോൾ കാലതാമസം എടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് സൗജന്യമായിട്ട് സ്ഥലം വിട്ടുതരികയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാം എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അത് ജനങ്ങളോട് ചോദിക്കും. ജനങ്ങൾ പോസിറ്റീവായിട്ട് സൗജന്യമായിട്ട് സ്ഥലം വിട്ടുതരികയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പാലം നമുക്ക് യാഥാർത്ഥ്യമാക്കാം. അതല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം അതിന്റെ പ്രൊസീജിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ട് പിന്നെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും എടുക്കുന്ന കാലതാമസം അതിനെടുക്കും. അപ്പൊ അത് പിന്നെ പരമാവധി സൗജന്യമായിട്ട് തന്നെ ആളുകൾ തരണം എന്നുള്ളതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓങ്ങല്ലൂര് പഞ്ചായത്തിലേക്ക് കിടക്കുമ്പോൾ കാരക്കാട് ഭാഗത്ത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമുക്കുള്ളത് റെയിൽവേ പിന്നെ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അഡീഷണൽ ആയിട്ട് റെയിൽവേയുടെ താഴെ, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് താഴെ ഒരു അണ്ടർ പാസേജ് കൂടി പിന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേക്ക് പ്രപ്പോസൽ കൊടുത്തു. അപ്പോൾ 15 കോടി രൂപയാണ് ഇപ്പോൾ അവർ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് കിഫ്ബി മുഖാന്തരം അതിനു വേണ്ടിയിട്ടുള്ള കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കാനാണ് നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇനി പാളം ഇരട്ടിക്കൽ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ സാങ്കേതികമായി പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു കാര്യം. പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടി തന്നെയാണല്ലോ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നത് പ്രൊസീജിയർ പ്രകാരം പോകുമ്പോൾ 2013 ലാൻഡ് പിന്നെ നമ്മുടെ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം വലിയ തടസ്സങ്ങൾ, പിന്നെ അതിന്റെ ഒരു പ്രൊസീജിയറിന് കാലതാമസം എടുക്കുന്ന തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത്. പക്ഷെ അത് പരിഹരിച്ച് സൗജന്യമായി സ്ഥലം ഏറ്റെടുത്ത് പിന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പോൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടന്നില്ലെങ്കിൽ മറ്റു പ്രൊസീജിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഏറ്റെടുക്കും. ഈ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ചേലക്കര മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടാമ്പിയിലേക്ക്, ഷൊർണൂരിലേക്ക്, അതോടൊപ്പം തന്നെ പാലക്കാട്, ചെറുപ്പളശ്ശേരി, പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ തന്നെ വളരെ വേഗത്തിൽ എത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂരിലേക്കും ഒക്കെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോകാൻ, അതോടൊപ്പം നമുക്കറിയാം മെഡിക്കൽ കോളേജിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന രീതിയിൽ ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പാലമായിട്ട് മാറും. The world's greatest wedding collection, Emmanuel Silks, M Space Shopping Center, Mele Patambi.